നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ഒന്നാണ് ഈ തമ്ര് എന്ന് പറയുന്നത്. തമ്രും റുത്തബും വ്യത്യാസം. തമ്ര് എന്ന് പറഞ്ഞാൽ ആ ചുടുങ്ങിയിട്ടുള്ള ഉണക്കക്കാരൊക്കെ അല്ല, അതിന് കുറെ ദീർഘായുസുണ്ടാവും. നല്ല പാകമായ പഴുത്ത കാരക്ക എല്ലാ ദിവസവും രാവിലെ. ഇപ്പൊ തങ്ങൾ പാപ്പ പോയിട്ട് കുറെ കാരക്കൊന്നുണ്ടോ അല്ലെ? ആ, പലർക്കും കിട്ടിയിട്ടുണ്ടാവും. കൊണ്ടുവന്ന് പറയുമ്പോൾ ഒരു സദസ്സിൽ പറഞ്ഞിരിക്കുന്നത് കിട്ടിയ അനുഭവം. നല്ല അജുവാകാരക്ക രാവിലെ തന്നെ വെറുമ്പയറ്റിൽ ഏണ്ണം കഴിച്ചാൽ ഒരു സിഹറും ഒരു വിഷമവും ഒരു സിഹറും ഒന്നും ഏൽക്കൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര കഴിച്ചാൽ? 7 എണ്ണം. അപ്പൊ ഉസ്താദ് എത്ര കൊണ്ടുവരണം? അതിനൊക്കെയാണ് അള്ളാഹു ഈ ദുനിയാവിൽ പൈസ എന്തൊക്കെ തന്നെ. അതങ്ങനെ അട്ടിയാക്കി വെച്ചിട്ടൊരു കാര്യം. ആവശ്യത്തിന് ഉപയോഗിക്കാനാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ എവിടേക്കെല്ലാം ഓടും, എന്തെല്ലാം ചെലവാകും അല്ലെ? ഇപ്പൊ ഒരു വിഷം നമ്മുടെ കാലിനോ നമ്മുടെ കയ്യിനോ ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പോയി അവര് പറഞ്ഞു ഇവിടെ അതിന് ചികിത്സ അല്ല, നേരെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് കൊണ്ടുപോകണം. സുബ്ഹാനല്ലാഹ്, എത്ര പോണം. അവിടെ എത്തിയ പറഞ്ഞു മെഷീന് കേടാണ്, നേരെ കോയമ്പത്തൂർ. ഒരു വിഷർക്കാനാ പോയി പോണത്. ഈ കിലോമീറ്ററൊക്കെ താണ്ടിട്ട് എങ്ങോട്ട് വിഷം അങ്ങോട്ട് ഏൽക്കൂലാന്ന് തീർത്ത് പറഞ്ഞു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 7 എണ്ണം രാവിലെ കഴിച്ചാൽ അജുവാകാരക്ക ലാ യദുഹു സുമ്മുൻ വലാ സിഹർ. വിഷവും മേൽക്കൂല, സിഹറും മേൽക്കൂല. സിഹറല്ലേ വലിയൊരു വിഷയം. ചെറിയൊരു കണ്ണുകടി ഉണ്ടായാൽ മതി, അപ്പൊ തന്നെ തുടങ്ങും സിഹറും മറ്റൊക്കെ. അങ്ങനെയാണല്ലോ അതിന്റെ അവസ്ഥ. ഹസദാണ് മൂർജിച്ചാ പിന്നെ അടുത്ത ഡിഗ്രിയാണ് സിഹർ. സിഹറുൻ മൂർജിച്ചാ പിന്നെ അടുത്ത കൊല്ലുന്നു. വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെയാണ് ആൾക്കാരെ മനസ്സ് കത്തിപ്പോകുന്നത്. പക്ഷെ അതൊന്നും ഏൽക്കൂല. അതിനു മാത്രം പ്രതിരോധ ശേഷി ആ അജുവക്കുണ്ടാകാനുള്ള കാരണം ഹബീബായ തങ്ങളെ കൈകൊണ്ട് നട്ടുപിടിപ്പിച്ചതാണ്. ആ അജുവ തന്നെ ധാരാളം ഐറ്റംസുകളുണ്ട്. കൂടുതൽ വിലപിടിപ്പുള്ളത് ധാരാളമുണ്ട്, ചെറുതും വലുതുമുണ്ട്. ഇരിക്കട്ടെ, അത് വലിയ ബറക്കത്തുള്ളതാണ്. കുട്ടികൾക്ക് കൂടുതലും രാവിലെ തന്നെ കൊടുക്കേണ്ടത്. ഉപ്പമാരെ നമ്മളും കഴിക്കേണ്ടത് കൂടുതൽ അങ്ങനെയാണ്. കഴിവിന്റെ പരമാവധി കാരക്കയും ഈത്തപ്പഴവും നന്നായി വാങ്ങി സൂക്ഷിച്ച് കൊടുക്കേണ്ടതും കഴിക്കേണ്ടതും അത് തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ സൗകര്യം പോലെ കുറച്ച് കഴിച്ചോളൂ.